നമസ്കാരം. ആത്മീയം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ എന്നും രാവിലെ അതിരാവിലെയോ സന്ധ്യാസമയത്തോ കാക്കകൾ വരാറുണ്ടോ? അല്ലെങ്കിൽ അവ കൂട്ടമായി ശബ്ദമുണ്ടാക്കി പറന്നു പോകാറുണ്ടോ? വെറും വിശപ്പ് കൊണ്ട് വരുന്നതാണെന്ന് കരുതി നമ്മളിൽ പലരും അതങ്ങ് അവഗണിക്കും. എന്നാൽ അതങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി നമുക്ക് ചില സൂചനകൾ നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാക്കകൾ നൽകുന്ന സൂചന. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. കാക്കകൾ വീട്ടിൽ വരുന്നത് എന്തിനാണ്? അത് നല്ലതിനാണോ ദോഷത്തിനാണോ? നമ്മുടെ പൂർവികരും ജ്യോതിഷവും ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇതിനെല്ലാം വ്യക്തമായ ഉത്തരം ഈ വീഡിയോയിലുണ്ട്. അവസാനം വരെ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നേക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷത്തിൽ ഓരോ ജീവിക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട്. അതിൽ കാക്കയ്ക്ക് വളരെ സവിശേഷമായ ഒരു സ്ഥാനമാണുള്ളത്. പ്രധാനമായും 2 കാര്യങ്ങളുമായിട്ടാണ് കാക്കയെ ബന്ധിപ്പിക്കുന്നത്. ഒന്നാമത്തേത് ശനിദേവനാണ്. കലിയുഗത്തിലെ പ്രധാന ദേവനായ ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക. അതുകൊണ്ട് കാക്കയെ പ്രീതിപ്പെടുത്തുന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടകശനി, ഏഴരശനി, ശനിദശ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ പരിഹാരമാണ്. കാക്കകൾ സന്തോഷത്തോടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയാൽ ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയുമെന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ ബന്ധം നമ്മുടെ പിതൃക്കളുമായാണ്. മരണപ്പെട്ട നമ്മുടെ പൂർവികർ, അതായത് നമ്മുടെ പിതൃക്കൾ, കാക്കയുടെ രൂപത്തിൽ നമ്മളെ കാണാൻ വരുമെന്നാണ് വിശ്വാസം. ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബലിച്ചോറ് കാക്കകൾക്ക് വേണ്ടിയാണല്ലോ വെക്കുന്നത്. കാക്കകൾ വന്ന് ആ ഭക്ഷണം കഴിച്ചാൽ പിതൃക്കൾ സന്തുഷ്ടരായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വീട്ടിൽ കാക്കകൾ വരുന്നത് പിതൃക്കളുടെ അനുഗ്രഹം നമുക്കുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ്. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. കാക്കകൾ വീട്ടിൽ വരുന്നത് എപ്പോഴാണ് നല്ല സൂചനയാകുന്നത്? ശകുനശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. രാവിലെ കിഴക്കുനിന്ന് വന്നാൽ, നിങ്ങളൊരു യാത്രയ്ക്കിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോഴോ കിഴക്ക് ദിശയിൽ നിന്ന് ഒരു കാക്ക നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്ന് ശബ്ദമുണ്ടാക്കിയാൽ നിങ്ങൾ പോകുന്ന കാര്യം ഉറപ്പായും വിജയിക്കും. അത് ധനലാഭത്തിൻ്റെ സൂചനയാണ്. വെള്ളം കുടിക്കുന്നത് കണ്ടാൽ, നിങ്ങളുടെ വീട്ടിലെ പാത്രത്തിൽ നിന്നോ മുറ്റത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നോ വന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടാൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ വീട്ടിലേക്ക് ധനം വരാൻ പോകുന്നു. സാമ്പത്തികമായി വലിയ ഉയർച്ചയുണ്ടാകും. ഇണക്കാക്കകളെ ഒരുമിച്ച് കണ്ടാൽ, 2 കാക്കകൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനേക്കുള്ള ഒരു സൂചനയായി ഇതിനെ കാണാം. ഭക്ഷണം കൊത്തിക്കൊണ്ടുവരുന്നത്. ഒരു കാക്ക റൊട്ടിയോ മറ്റെന്തെങ്കിലും ഭക്ഷണ സാധനമോ കുത്തിക്കൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ മുകളിലോ മതിലിലോ വന്നിരുന്നാൽ നിങ്ങളുടെ വലിയൊരാഗ്രഹം ഉടൻ തന്നെ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണത്. കൂട്ടം കൂടി ശബ്ദമുണ്ടാക്കിയാൽ, വീടിൻ്റെ തെക്ക് ദിശയിലിരുന്ന് കാക്കകൾ കൂട്ടമായി ശബ്ദമുണ്ടാക്കിയാൽ അത് പിതൃക്കളുടെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ വീട്ടിൽ ഐശ്വര്യം നിറയും. ഇനി ശ്രദ്ധിക്കേണ്ട ചില അശുഭ സൂചനകൾ. എല്ലാത്തിനും ഒരു മറുവശമുള്ളതുപോലെ കാക്കകൾ നൽകുന്ന ചില സൂചനകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളെ പേടിപ്പിക്കാനല്ല, മറിച്ച് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. പടിഞ്ഞാറ് ദിശയിലിരുന്ന് കരഞ്ഞാൽ, കാക്ക വീടിൻ്റെ പടിഞ്ഞാറ് ദിശയിൽ വന്നിരുന്ന് തുടർച്ചയായി വല്ലാതെ ശബ്ദമുണ്ടാക്കിയാൽ വീട്ടിൽ അശുഭ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ശകുനശാസ്ത്രം പറയുന്നത്. ഇത് പൊതുവെ അത്ര നല്ല ലക്ഷണമല്ല. കൂട്ടമായി വന്ന് കലഹിച്ചാൽ, കാക്കകൾ വീട്ടുമുറ്റത്ത് വന്ന് പരസ്പരം കൊത്തുകൂടുകയും കലഹിക്കുകയും ചെയ്താൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒറ്റക്കാലിൽ നിന്ന് കരഞ്ഞാൽ, കാക്ക ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ദയനീയമായി കരയുന്നത് കണ്ടാൽ ആ വീട്ടിൽ എന്തെങ്കിലും രോഗദുരിതങ്ങൾ വരാനുള്ള സാധ്യതയായിട്ടാണ് കണക്കാക്കാറുള്ളത്. യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കിയാൽ, നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ കാക്ക വന്ന് വഴി തടസ്സപ്പെടുത്തുകയോ നിങ്ങളുടെ വാഹനത്തിൽ വന്നിരിക്കുകയോ ചെയ്താൽ ആ യാത്ര അത്ര ശുഭകരമായിരിക്കില്ല. സാധിക്കുമെങ്കിൽ അല്പസമയം കഴിഞ്ഞിട്ട് യാത്ര തുടരുന്നതാണ് നല്ലത്. ഇത്തരം സൂചനകൾ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാം ലളിതമായ പരിഹാരങ്ങളുമുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അശുഭ സൂചനകൾ കണ്ടാലോ അല്ലെങ്കിൽ പൊതുവെ ജീവിതത്തിൽ ഐശ്വര്യം വരാനോ നമ്മൾ എന്ത് ചെയ്യണം?
ദിവസവും ഭക്ഷണം നൽകുക. നിങ്ങളുടെ വീട്ടിൽ വരുന്ന കാക്കകൾക്ക് എന്നും ഒരു പിടി ചോറോ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ പങ്കോ നൽകുക. ഇത് ശനിദോഷം കുറയ്ക്കാനും പിതൃക്കളുടെ അനുഗ്രഹം നേടാനും ഏറ്റവും നല്ല മാർഗമാണ്. വിശക്കുന്ന ഒരു ജീവിക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യമില്ലെന്ന് തന്നെ പറയാം. വെള്ളം വെച്ച് കൊടുക്കുക. വീടിൻ്റെ മുറ്റത്തോ ടെറസിലോ ഒരു മൺപാത്രത്തിൽ കാക്കകൾക്കും മറ്റ് പക്ഷികൾക്കുമായി വെള്ളം വെച്ച് കൊടുക്കുക. ഇത് നമ്മുടെ ഗ്രഹദോഷങ്ങൾ കുറയാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ എള്ള് കലർത്തിയ ഭക്ഷണം. ശനിദോഷം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ശനിയാഴ്ചകളിൽ എള്ള് കലർത്തിയ ചോറോ അല്ലെങ്കിൽ എള്ളുണ്ടയോ കാക്കകൾക്ക് നൽകുന്നത് അത്യുത്തമമാണ്. ഇത് ശനിപ്രീതിക്ക് ഏറ്റവും നല്ലതാണ്. അമാവാസി ബലി. എല്ലാ അമാവാസി ദിവസവും പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരും. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ കാക്കകൾ വരുമ്പോൾ അതൊരു സാധാരണ സംഭവമായി കാണരുത്. അത് പ്രകൃതിയും ദൈവവും നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ പൂർവികർ അനുഭവിച്ചറിഞ്ഞതും ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നതുമാണ്. വിശ്വാസത്തോടെ ചെയ്താൽ ഫലം ഉറപ്പാണ്. പണം മുടക്കി വലിയ പൂജകൾ ചെയ്യുന്നതിനേക്കാൾ ഫലം ചിലപ്പോൾ ഒരു ജീവിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.